ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ ഗെയിം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ബസ് സിമുലേറ്റർ ഇന്ത്യ. ഇത് അത്യാവശ്യം ഗ്രാഫിക്സൊക്കെ ഉള്ള ഒരു ഗെയിമാണെന്നാണ് തോന്നുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും ഇത് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഗൈസ്, ഇത് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ അതുപോലെ തന്നെ ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. ഗ്രാഫിക്സ് കൊള്ളാം. ഇന്തോനേഷ്യയുടെ അതേപോലെ തന്നെ ഉണ്ട്. ഇത് ഇൻഡിക്കേറ്റർ അത്ര ആയിട്ട് തോന്നുന്നു ഗൈസ്. ബസ് ഇന്തോനേഷ്യയുടെ അത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഗൈസ്. കാണുന്ന ആരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുന്നില്ല ഗൈസ്. ഇന്ന് നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഗിവ് അവേ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സ്പീഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യും. ഹൈവേ ആണ് തോന്നുന്നത്. ഗൈസ്, ഇവിടെ എങ്ങോട്ടാണ് പോകേണ്ടത്? ഇങ്ങോട്ടാണ് തോന്നുന്നു. ആണ് ഗൈസ്, ഇങ്ങോട്ടാണ്. അയ്യോ, ഇവിടെയും ബ്ലോക്കാണ്. പോകാനില്ല. ഇതിലേ ഫോണ് കൊള്ളാം ഗൈസ്. ബസ് ഇന്തോനേഷ്യയുടെയും കൊള്ളാം. രണ്ടും അടിപൊളി ഗ്രാഫിക്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഈ രണ്ട് ഗെയിംസിൽ എപ്പോൾ നോക്കിയാലും മഴയായിരിക്കും ഗൈസ്. എന്താണെന്ന് അറിയത്തില്ല. ഇതിലും മഴയുണ്ട്. കുറച്ചും കൂടെ കഴിഞ്ഞ് നമുക്ക് അടുത്ത വ്യൂ എടുക്കാം ഗൈസ്. സ്റ്റക്കാവുന്നത് പോലെ തോന്നുന്നു. പിന്നെ നേരെ തന്നെയാണ്. ഇതിൽ മൾട്ടിപ്ലെയർ കളിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ബസ് ഇന്തോനേഷ്യയിൽ പറ്റും മൾട്ടിപ്ലെയർ, പക്ഷെ ഇതിൽ പറ്റുമെന്ന് അറിയത്തില്ല ഗൈസ്. നിങ്ങൾക്ക് ഈ ഗെയിമിനെ കുറിച്ച് കൂടുതൽ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓ, വീണ്ടും ലോഡിംഗ് ആണ് ഗൈസ്. അവിടെ ഒരു ലോഡിംഗ് ഉണ്ടായിരുന്നു. ഇപ്പം കുഴപ്പമില്ല, ലോഡിംഗ് മാറി. എത്രയും ബ്ലോക്കാണല്ലോ ഗൈസ്. അവിടെ കുഴപ്പമില്ല. ഇടയ്ക്ക് കൂടെ കയറിപ്പോ. അയ്യോ, ഇടിച്ചു ഗൈസ്. കുഴപ്പമില്ല. ഇവിടെ ഭയങ്കര അത് ബ്ലോക്ക് പോലെ ഗൈസ് തോന്നുന്നു. ഭയങ്കര സ്റ്റക്ക് ഗൈസ് ഗെയിം. നേരെ വന്നു ഗൈസ്. കുഴപ്പമില്ല. ഭയങ്കര വണ്ടികൾ ഗൈസ്. നമുക്ക് ഇതിലേക്ക് കയറി ഓവർടേക്ക് ചെയ്യാം.
ഇത് കൂടിപ്പോയിട്ട് എങ്ങോട്ടായിരുന്നു മാറുന്നത്? ഓക്കെ അപ്പം മൈസൂരിലാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത്. പതുക്കല്ല സ്പീഡിലാണ് പറത്തി പോകേണ്ടത്. ഇവിടെ വണ്ടിയില്ലേ, ചെറിയ റോഡായിട്ട് തോന്നുന്നു. കോഴിക്കോട് ഇത് റിയൽ മാപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ യൂട്യൂബിലൊക്കെ ഞാൻ നോക്കിയപ്പോൾ ഇത് റിയൽ മാപ്പാണ് വരുന്നതെന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല റിയൽ ആണെന്ന്, പക്ഷെ അവരൊക്കെ പറയുന്നത് റിയൽ ആണെന്നാണ്. ഇങ്ങോട്ട് ഓക്കെ പറത്താം. ഹോണൊക്കെ രസമുണ്ട് കേൾക്കാനൊക്കെ. ഇനി നേരെയാണ്. പിന്നെ ഇതിലൊരു പ്രശ്നമുണ്ട്, നമ്മൾ മാപ്പ് നല്ലോണം ശ്രദ്ധിക്കാതെ വഴി തെറ്റിപ്പോയാൽ പിന്നെ ആ വഴി നേരെ അങ്ങോട്ട് കാണിക്കും. ഇവിടെയും ബ്ലോക്കാണ് അല്ലേ? നമ്മുടെ ഓട്ടം മറിഞ്ഞു കിടക്കുന്നു. ആക്സിഡൻറ്റ് പറ്റിയതാണ്. ഇതിലൊക്കെ തന്നെ പോകുന്നുണ്ട്, പക്ഷെ തന്നെ പോകുന്നത് നമ്മൾ ഇപ്പോൾ കൊടുത്തേക്കുന്ന സ്പീഡ് തന്നെ പോകും. അതിൽ കൂടത്തില്ല. കാണിച്ചറിയാം ഗൈസ്, ഉണ്ടോ? ഞാൻ ആക്സിൽ കയറി തൊടുന്നില്ല. ഇവിടെ ബ്ലോക്കുണ്ട് ഓഫാക്കാം. മണ്ടയിലത്തെ അതിൽ ഉണ്ടോ ഒരു സ്പീഡോമീറ്ററിൻ്റെയൊക്കെ പടം, അതാണ് തന്നെ പോകുന്നത്. പക്ഷെ നമ്മൾ ഇപ്പോൾ കൊടുത്തേക്കുന്ന സ്പീഡ് തന്നെ പോകും. അതിൽ കൂടത്തില്ല കുറയത്തില്ല, അങ്ങനെയാണ് അത്. ഓവർടേക്ക് ചെയ്യാം. എന്തൊരു വണ്ടി യൂസ് ചെയ്യും. ഇടിവെട്ട് മഴയാണ്, ഭയങ്കര മഴ. അയ്യോ ഇനി ഇതിലെങ്ങനെ ഓവർടേക്ക് ചെയ്യും? ഓക്കെ അവിടെ ലോഡിങ് മാപ്പ് ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. അവിടെ ഒരു ലോഡിങ് മാപ്പ് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് ഇപ്പം ലോഡിങ് കഴിഞ്ഞു. അത്യാവശ്യം സമയം എടുത്തു ഗൈസ് അവിടെ ലോഡ് കഴിഞ്ഞു. ഓ ഗ്രാഫിക്സ് ഒക്കെ പൊളി ഗൈസ്. എനിക്ക് ഈ ഗെയിം നല്ല ഇഷ്ടപ്പെട്ടു ഗൈസ് കളിക്കാനൊക്കെ. ഓ മഴ മാറി ഇപ്പം. ഓ പാലത്തിൽ കൂടെ പോകണം ഗൈസ്. അടിയിലൊക്കെ കണ്ടോ കടലാണോ എന്താ അറിയത്തില്ല, പാലം ഉണ്ടോ? ഇവിടെ ഒന്നും ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്, ഭയങ്കര വണ്ടിയല്ലേ. ബസ്സിലോട്ട് ഇന്തോനേഷ്യയിലാണെങ്കിൽ ജസ്റ്റ് സ്ഥലമെങ്കിലും കിട്ടും ഗൈസ്. സൈഡിൽ ബീച്ചാണ് ഗൈസ്. നല്ല രസമുണ്ട് ഗൈസ് ഇത് കളിക്കാൻ. നിങ്ങൾക്കും വേണം കളിക്കാൻ ഗൈസ്. പ്ലേ സ്റ്റോറിൽ ഇത് അവൈലബിൾ ആണ്. എങ്ങനെ ഓവർടേക്ക് ചെയ്യും ഗൈസ്, ഫുള്ള് വണ്ടിയാണ്. ജസ്റ്റ് അതിലെ കൂടി ജസ്റ്റ് ഒന്ന് കയറി വെക്കാം. ജസ്റ്റ് സ്പീഡിൽ പോയപ്പോൾ വണ്ടി ഇല്ലെന്ന് തോന്നുന്നു, പാറത്തി പോവാണ് ഗൈസ്. വണ്ടി വന്നാൽ പറ്റും. അയ്യോ ഇതിലെ കൂടി കയറാം. അയ്യോ കുഴപ്പമില്ല. 95% ഗൈസ് നമ്മുടെ വണ്ടിയുടെ ഹെൽത്ത് എന്ന് പറയുന്നത്. നമുക്ക് ആ സ്പീഡിൻ്റെ അവിടെ കാണാം മണ്ടേലായിട്ട്, ഹാർട്ടിൻ്റെ ഇപ്പുറത്തായിട്ട് 95%. അതാണ് നമ്മുടെ ഈ വണ്ടിയുടെ ഹെൽത്ത്. ബസ്സിലും ഇന്തോനേഷ്യയിലും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇതിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അത്യാവശ്യം പൈസ ഉണ്ട്.
അടുത്ത ബസ് എടുക്കാൻ പറ്റുമോ നോക്കാം. ഇതിൽ ബസ് എടുക്കാനൊക്കെ പറ്റുമെന്ന് അറിയത്തില്ല. അതോ മോഡ് കയറ്റണോ എന്താണെന്ന് അറിയത്തില്ല. നമുക്കത് നോക്കാം. അടുത്ത വീഡിയോയിൽ വരുമ്പം നമുക്കതായാലും കുറച്ച് മോഡിഫിക്കേഷൻസൊക്കെ ചെയ്യാം. ഇതിലല്ല, ബസ് നമുക്ക് ഇന്തോനേഷ്യയിൽ. ഇതിലെനിക്ക് നന്നായിട്ട് അറിയത്തില്ല കാര്യങ്ങളൊന്നും. നമുക്കെന്തായാലും നോക്കാം, പറ്റുന്നതൊക്കെ ചെയ്യാം. ഓക്കെ, ഇവിടുന്ന് പാറത്ത് ഒന്ന് കയറാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് തട്ടി വയസ്സ് അവിടെ കുഴപ്പമില്ല. എന്തായാലും ഇവിടെയും ഹോണടിക്കാം. നമുക്ക് ഇതിൽ ഫസ്റ്റിലത്തെ ഹോണ് നല്ല രസമുണ്ട് കേൾക്കാൻ. അയ്യോ, ഇടിച്ച് 92 ഇതിൽ ചെറുതായിട്ട് ഇടിച്ചാൽ മതി. ബസ്സിനോട് ഇന്തോനേഷ്യയിലാണെങ്കിൽ കുറച്ചിടിച്ചാലൊന്നും പ്രശ്നമില്ല. ഇതിൽ പക്ഷെ ചെറുതായിട്ട് ഇടിച്ചാൽ വരെ നമ്മളത് കുറയും ഹെൽത്ത്. ഇപ്പം കോഴിക്കോടെത്തി ഗൈസ്. കണ്ടത് റിയൽ അതാണ് ഗൈസ്. കോഴിക്കോടൊക്കെ റിയൽ സ്ഥലമാണ്. എന്ന് വെച്ചാൽ ഈ സ്ഥലം റിയലാണെന്ന് അറിയത്തില്ല, പക്ഷെ പേര് റിയലാണ്. പിടിച്ചോ? ഇല്ല ഗൈസ്, കുഴപ്പമില്ല. ഭയങ്കര വണ്ടികൾ ഗൈസ്. ഓവർടേക്ക് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഓക്കെ, അവരെയൊക്കെ വെട്ടിച്ച് കയറി. ഇനി ഇവരെയൊക്കെ എങ്ങനെ ഒട്ടിക്കുമെന്ന് അറിയത്തില്ല. അയ്യോ, ഫോണടിക്കാം. എനിക്ക് ആ ഫോണാണ് ഗൈസ് ഇഷ്ടപ്പെട്ടത്. ഒന്നുകൂടി കാണിച്ചില്ല. എന്താ നല്ല രസമുണ്ട് കേൾക്കാൻ. നിങ്ങൾക്ക് ഏത് ഫോണാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. ഫസ്റ്റിലത്തെ ഫോണ് ഇതാണ്. സെക്കൻഡിലത്തെ ഫോണ് ഇതാണ്. ഇത് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിലും ഉണ്ട്. ഇതും ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിലും ഉണ്ട്. പക്ഷെ ഫസ്റ്റിലത്തെ ഫോണ് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിലില്ല. അത് ഇതിൽ മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നു. ദീപന്റെ സ്പീഡ് പെട്ടെന്ന് കയറുന്ന വയസ്സ് എന്താണെന്ന് അറിയത്തില്ല. ജസ്റ്റ് തൊടുമ്പറേ വണ്ടി പറക്കുന്ന പോലെയാണ് മനസ്സിലായി. വഴിയെന്ന് മാറടേ, ഇവരൊന്നും മാറത്തില്ലേ. ഇതിലെ കൂടി കേട്ടാൻ പറ്റും. അയ്യോ, കുഴപ്പമില്ല കയറി. കുറച്ചും കൂടെ ദൂരം പോയിട്ട് നമുക്ക് എന്തായാലും വീഡിയോ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ബിക്കോസ് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, 1000 അതായത് 1K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഗിവ് അവേ വീഡിയോസും ലൈവ് സ്ട്രീംസൊക്കെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഗൈസ്. വീഡിയോ കാണുന്ന ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഗൈസ്. ജസ്റ്റ് അവിടെ നിന്ന് ഇടിച്ച് വീഡിയോ കാണുന്നവർ കാണുന്നുണ്ടെങ്കിൽ ആരും ലൈക്കും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല ഗൈസ്. എല്ലാവരും ഇടിച്ച് പോകുന്നു. ബൈക്കുകാരെ അവിടെ കാണാൻ കാണിച്ചു ഇടിച്ചപ്പോൾ കുഴപ്പമില്ല. ഇതുവരെ വളരെ സേഫാണ്. അയ്യോ, 90 ഗൈസ് ഹെൽത്ത്. കുഴപ്പമില്ല, നമ്മുടെ പൈസ ഉണ്ട്, റിപ്പയറൊക്കെ ചെയ്യാം. ഇതിലെ കൂടി കയറാൻ പറ്റും. പെട്ടെന്ന് വഴി മാറും. ഇതിലെ കൂടെ കയറിയിട്ടുണ്ട്. ഇവിടെയും വെട്ടിച്ച് ഇതിലും പെട്രോളൊക്കെ അടിക്കാം ഗൈസ്. ഇറങ്ങിയൊക്കെ ചെയ്യാം. ഗൈസ്, നമുക്ക് എന്തായാലും വീഡിയോ ഇവിടെ വെച്ചൊന്ന് വൈൻഡപ്പ് ചെയ്താലോ. കുറച്ചും കൂടെ ഒന്ന് പോട്ടെ, എവിടെ എത്തിയിട്ടുന്നുണ്ട്. അയ്യോ, എല്ലാവരും ഇടിച്ച് പപ്പടമാക്കുന്നു.
ഓക്കെ, നമുക്ക് ഇവിടെ എന്തായാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്.